ഈ പെറ്റ് ലവേഴ്സ് രണ്ടുപേരുമാണ്. അതെ, പെറ്റ് മാത്രമല്ലേ ബൈക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ എല്ലാ പെമ്പിള്ളേർക്ക് കാറ് പറയുമ്പോൾ സൗഭാഗ്യ ഭയങ്കര ബൈക്ക്, ചുമ്മാ വെറുതെ രസത്തിന് പറയണല്ല, ബൈക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ബൈക്കിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടം. എന്റെ അമ്മയാണെങ്കിൽ എന്നെ ബൈക്കിൽ കയറാനേ സമ്മതിക്കില്ലാത്തൊരു വ്യക്തിയാണ്. 2 വീലർ എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര പേടിയാ. അപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബൈക്കിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അമ്മ ഇങ്ങനെ ഓക്കെ പോയിട്ട് മെസ്സേജ് എത്തിന്ന് മെസ്സേജ്. അല്ല, ഭർത്താവിനോട് അല്ലേ പോകുന്നത്, ഒന്നും പറയാനും പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ശരിക്കും എന്തൊക്കെയാണ് ശരിക്കും സൗഭാഗ്യയുടെ ക്രേസസ്? എനിക്ക് ബൈക്ക് ഭയങ്കര ഇഷ്ടമാണ്, പെറ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുമ്പ് ഡോഗ് ലവർ മാത്രമായിരുന്നു. ഇപ്പം അർജുൻ ചേട്ടന്റെ കൂടെ ആയതിനു ശേഷം ഒത്തിരി അധികം ആനിമൽസിനെ വളർത്തി എല്ലാം ഭയങ്കര ടൈപ്പ് ഓഫ് ആനിമൽസ്? അത് ചേട്ടനെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അതൊന്നും അറിയില്ലായിരുന്നു. ഇവരൊക്കെ വളർത്തുന്ന എങ്ങനെ ഉണ്ടാവുന്ന എനിക്ക് ശരിക്കും എന്തെല്ലാം ടൈപ്പ്. ഇതിപ്പോ ശരിക്കും പറഞ്ഞാണ്ടല്ലോ നമ്മുടെയൊക്കെ ഉള്ളിലെ ഒരു ആഗ്രഹമാ ഞാൻ നിങ്ങളിൽ കാണുന്നല്ലേ. ഇത് ഒരു ക്രേസ്. ഓക്കെ, അതിനെക്കാട്ടിലും അർജുൻ ഭയങ്കര ടാറ്റു ആർട്ടിസ്റ്റ് അല്ലേ? എനിക്കിങ്ങനെ ഡിഫറെന്റ് കാര്യം ചെയ്യാൻ ഇഷ്ടമാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെ ഞാൻ ടാറ്റു, എൻ്റെ ഒരു ഫ്രണ്ടാണ് ശരിക്കും അതിന് കാരണക്കാരൻ. പുള്ളി ടാറ്റു തന്നെ കണ്ടിട്ടാണ് അവനെടുത്ത്. നമ്മൾ സ്കൂളിലിരിക്കും വരയ്ക്കുമായിരുന്നു, എൻ്റെ ഒരു 3-4 ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും വരയ്ക്കും. അപ്പം നീ വരയ്ക്കുമല്ലോ, നീ ടാറ്റു നിനക്ക് ഇഷ്ടപ്പെടും, ജസ്റ്റ് മെഹന്തി ചെയ്യുന്ന പോലെ ഉള്ളൂ, പക്ഷേ ഹോൾഡിങ്ങിന്റെ ഡിഫറൻസ് ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വെച്ച് വരയ്ക്കുന്ന പോലെ അല്ല, ഇതിപ്പോൾ ഇങ്ങനെ ഒരു ആംഗിളിലാണ് വരയ്ക്കുന്നത്. പിന്നെ അതുപോലെ മൂവ്മെന്റ് കൈ ഇങ്ങനെയല്ല, കൈ ഇങ്ങനെ എടുക്കുമ്പോൾ സ്കിന്നിനകത്ത് ഇങ്ങനെ ഇറങ്ങി പോകൂലേ. അപ്പോൾ നമ്മളെ മൂവ്മെന്റ് എപ്പോഴും ഫുൾ കൈയായിട്ടാണ് മൂവ്മെന്റ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് കണക്ട് ആയി, ഒരു ഫ്രണ്ട് പറഞ്ഞു തരുമ്പോൾ. അതുകൊണ്ടാണ് ടാറ്റു ചെയ്ത്. ഞാൻ ടാറ്റു കുറച്ചാണ് ചെയ്തിരുന്നത്, ഇപ്പൊ നിർത്തി. മറ്റേ ഷൂട്ടിന്റെ കൂടെ ടാറ്റു ആണ് ഇതൊക്കെ. ഈ ടാറ്റു ഇതൊക്കെ ചേട്ടൻ എനിക്ക് ചെയ്തു. ഓ ഓക്കെ, അപ്പൊ ടാറ്റു ഇപ്പൊ നിന്നു. ഇനിയിപ്പം ആർട്ടിസ്റ്റ് ആണ്, ഷൂട്ട്. ഇത് എവിടെയാണ് ഞാൻ ഉറപ്പിക്കേണ്ടതെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നു. ഇതാണ് കുറച്ചും കൂടെ ചേട്ടന് ഇഷ്ടം തോന്നുന്നു. കൊറേ ലാസ്റ്റ് ചെയ്തത് ഇതിലാണ്, പിന്നെ കുറെ ഇഷ്ടമാണിത്. മറ്റുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ആക്ടിങ് അർജുൻ ചേട്ടന് ശരിക്കും ഇഷ്ടമാണ്. അപ്പൊ ഷൂട്ടിന് പോണം. അപ്പൊ ഡാൻസ് എപ്പോ വന്നു? ഡാൻസ് ഈ പറഞ്ഞ പോലെ വീട്ടുകാർ ഉന്തിത്തള്ളിയാണ് ഡാൻസിന് വിട്ടോണ്ടിരുന്നത് ചെയ്യണം. അന്ന് അർജുൻ ചേട്ടൻ അങ്ങനെ ഭയങ്കര താല്പര്യം ഇല്ലായിരുന്നു. ഇവര് പലയിടത്തും പെങ്കൊച്ചില്ലാത്തോണ്ട് തന്നെ ഡാൻസ് വിടുന്നു, അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പെൺകുട്ടിയെ വെയിറ്റ് ചെയ്തിരുന്ന അവർക്ക് കിട്ടിയത് ആൺകുട്ടിയായിരുന്നു. പക്ഷെ ഡാൻസ് പഠിപ്പിക്കും എന്നാലും അവര് ഡിസൈഡ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയി വിട്ടതായിരുന്നു. അപ്പം കുറെ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ചേട്ടൻ ഒരു പ്രീ ഡിഗ്രി ആ ഒരു ടൈമിലാണ് ചേട്ടന് സ്വന്തമായിട്ടൊരു ഇഷ്ടം ഡാൻസിലോട്ട് വന്നത്. പക്ഷെ അതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ അർജുൻ ചേട്ടനായിരുന്നു ഒരു കോൺഫിഡൻസ് കുറവ്. വീട്ടുകാർ ആക്ച്വലി ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ചേട്ടന് സൊസൈറ്റി ആ ഒരു ഇത് ഡാൻസർ എന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ഏതോ റിലേറ്റീവ്സ് ഒക്കെ എൻ്റെ അടുത്ത് നാട്ടിൽ പോയപ്പോൾ, കായംകുളത്താണ് അമ്മയുടെ വീട്. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് ചോദിച്ചു എന്തോ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഡാൻസറാണ്. ഇപ്പം ഫുൾ ഡാൻസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അതൊക്കെ അതല്ലാതെ എന്ത് ചെയ്യുന്നു, എക്സാംസ് ഒന്നും നോക്കുന്നില്ലേ? ഞാൻ പ്രൊഫഷണൽ ഡാൻസറാണ്. ചുമ്മാ പ്രൊഫഷണൽ അതൊന്നും നമുക്കൊന്നും പറ്റുമൊന്നുമില്ല, പ്രൊഫഷണൽ ഡാൻസിങ് ഒന്നും നമുക്ക് പറ്റും. അപ്പൊ ഞാൻ ഇങ്ങനെ അമ്മയുടെ പറഞ്ഞു, ഇവൻ തന്നെ അങ്ങനെ റേറ്റ് ചെയ്ത്. അപ്പൊ അമ്മ പറഞ്ഞു, അത് മറ്റേ നീ ആമ്പിള്ളേരാകുമ്പോ ജോലി ചെയ്യണമെന്നുള്ളൊരു ഇതായിരിക്കും. ഞാൻ പറഞ്ഞു ഇപ്പൊ വാങ്ങിച്ചു തരാമല്ലോ ജോലി വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു. എനിക്കൊരു ആശയായി. പക്ഷെ അപ്പൊ ഞാൻ ഇങ്ങനെ എല്ലാരെയും പോലെ അപ്പൊ പെട്ടെന്ന് എന്ത് ജോലി ചെയ്യാൻ പറ്റും, ഗവൺമെന്റ് ജോലി എടുത്തൊരു ദേശീയ എല്ലാവരും ഗവൺമെന്റ് ജോലി എന്ന് പ്രശ്നമുണ്ട്. എനിക്ക് തോന്നുന്നു പപ്പയും അമ്മയൊക്കെ ഗവൺമെന്റ് ആയതുകൊണ്ടായിരിക്കും അവരെ ഫാമിലി ഫുൾ ഗവൺമെന്റ് ജോലി അല്ലാത്തൊന്നും ജോലിയല്ല അവർക്ക്.